വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 4-ാം അധ്യായം 39 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ ചെയ്തതെല്ലാം യേശു എന്നോട് പറഞ്ഞു എന്ന ആ സമരിയാക്കാരി സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ യേശുവിൽ വിശ്വസിച്ചു. ആ സമരിയാക്കാർ അവൻ്റെ അടുത്ത് വന്ന് തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിക്കുകയും അവൻ 2 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. അവൻ്റെ വചനം ശ്രവിച്ച മറ്റു പലരും അവനിൽ വിശ്വസിച്ചു. അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ രോഗരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എല്ലാവരും ഒരു നിമിഷം ഇരിക്കുക. ഒരു നിമിഷം ഇരുന്ന് ഇരു കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് തിരുവചനത്തിലൂടെ ഈശോ അരുളി ചെയ്ത വചനത്തമേ, തിരുവചനത്തിലൂടെ നീ ശ്രവിച്ച ദൈവത്തിൻ്റെ സ്വരം, കർത്താവ് നിനക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ, കർത്താവ് നിനക്ക് നൽകുന്ന ആശ്വാസം, കർത്താവ് നിനക്ക് നൽകുന്ന സൗഖ്യം, ഇവയെല്ലാം സ്വീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കുക. എല്ലാവരും വലതുകരം ഉയർത്തിക്കൂ. എല്ലാവരും അധരം തുറന്ന് ഏറ്റുചൊല്ലിക്കൂ. കർത്താവായ ഈശോയെ, തിരുവചനത്തിലൂടെ എന്നോട് സംസാരിക്കുന്ന ദൈവമേ, അവിടുത്തെ വചനത്തിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കുകയും എന്റെ ദുഃഖങ്ങളും വേദനകളും പരാജയ ചിന്തകളും ആകുലതകളും അസ്വസ്ഥതകളും എല്ലാം എന്നിൽ നിന്ന് ഏറ്റെടുത്ത് അങ്ങേക്ക് ഏറ്റവും സ്വീകാര്യമായ ഒരു മനസ്സ്, ഒരു ഹൃദയം, ഒരു ജീവിതം എനിക്ക് തരണമേ. ഹല്ലേലൂയ. ഇരു കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. എല്ലാവരും ചേർന്നൊന്ന് സ്തുതിച്ചോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ സ്ഥലത്ത് സ്തുതിച്ചോ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കൈയടിച്ചെന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. അല്പം കൂടെ നന്നായിട്ട് കൈയടിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇന്നു മുതൽ ജീവിതത്തിലെ എല്ലാ നിമിഷവും നിനക്കെപ്പോഴും വിജയിക്കാനായിട്ട് സാധിക്കണം. ജീവിതത്തിൽ എപ്പോഴും വിജയിക്കാനായിട്ട്, എല്ലാ കാര്യത്തിലും നിനക്ക് വിജയിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നിന്നിലുണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് മനസ്സിലാക്കുന്ന സ്വഭാവം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ സമരിയാക്കാരി സ്ത്രീയുടെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ സമരിയാക്കാരി സ്ത്രീയെക്കുറിച്ച് അന്ന് വരെ അറിയാവുന്ന അവരുടെ വീട്ടുകാരും നാട്ടുകാരും അയൽവക്കക്കാരെല്ലാം പറഞ്ഞു, ഇവൾ ഇനി ഒരു കാലത്തും നന്നായിയല്ല, ഇവൾ ഇനി ഒരു കാലത്തും നന്നായിയല്ല എന്ന് നാട്ടുകാരും വീട്ടുകാരും അയൽവക്കക്കാരും അവളെ അറിയാവുന്ന സകലരും വിധി എഴുതിയ അവളെ കാത്താണ് ഈശോ സിക്കാർ പട്ടണത്തിലെ യാക്കോബിന്റെ കിണറ്റിൻകരയിൽ കാത്തിരുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈശോ കാത്തിരുന്നത്? എന്തുകൊണ്ടാണ് അവളെക്കുറിച്ച് നാട്ടുകാരും വീട്ടുകാരും അയൽക്കാരിലും അങ്ങനെ പറഞ്ഞത്? ഈ ആൾക്കാർ മുഴുവൻ അവളെക്കുറിച്ച് അങ്ങനെ പറയാൻ കാരണം അവളെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഈശോ കാത്തിരുന്നത് അവളെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഈശോ എന്താ മനസ്സിലാക്കിയത്? ഈശോ ഈ സമരിയാക്കാരി സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കി, അവൾ യഥാർത്ഥ സത്യം അറിഞ്ഞിരുന്നെങ്കിൽ, യഥാർത്ഥ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിൽ, യഥാർത്ഥ വഴി അറിഞ്ഞിരുന്നെങ്കിൽ ഇവൾ ഒരിക്കലും ഈ പാപം ഒന്നും ചെയ്യലായിരുന്നു. ഇവള് ഇന്ന് വരെ ഇതുപോലത്തെ പാപം ചെയ്യാൻ കാരണം ഇവളുടെ വീട്ടുകാരും നാട്ടുകാരും അയൽവക്കക്കാരെല്ലാം ഇവൾ ഒരു കാലത്ത് നന്നായില്ല എന്ന് പറയാൻ കാരണം ഇവൾ യഥാർത്ഥ സത്യം അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഈശോ എന്ത് ചെയ്തു? ഈ സത്യം അറിയാത്തത് കൊണ്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് മനസ്സിലാക്കി സത്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, സത്യം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈശോ സത്യമായ അവിടുന്ന് കാത്തിരിക്കുകയാണ്. എന്നിട്ട് ആ ഈശോ സമരിയാക്കാരി സ്ത്രീയുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. അവളുടെ ഘട്ടം ഘട്ടമായിട്ട് അവളുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്നു. ചെന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾക്കൊരു സത്യം പിടികിട്ടി. ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ, ഇവനാണ് യഥാർത്ഥത്തിൽ പാപവിമോചകൻ,
ഈ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ അവൾ എന്തു ചെയ്തു? ഈ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ, ഈ സത്യം തിരിച്ചറിയുന്നോളം വരെ അവളുടെ ജീവിതത്തിൽ അവൾ ചെയ്ത പാപത്തിൻ്റെ മാലിന്യങ്ങൾ, ഈ മാലിന്യങ്ങൾ എവിടെയുണ്ട്? ഈ പാപത്തിൻ്റെ മാലിന്യങ്ങൾ മുഴുവൻ ആ മൺകുടത്തിലുണ്ട്. അവളുടെ ജീവിതത്തിൽ അന്ന് വരെ അവൾ ചെയ്ത പാപത്തിൻ്റെ മാലിന്യങ്ങൾ മുഴുവൻ അടങ്ങിയ മൺകുടത്തെ യേശുക്രിസ്തുവിന് മുമ്പിൽ, അവൾ തിരിച്ചറിഞ്ഞ സത്യത്തിന് മുമ്പിൽ അവൾ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 28-ാം തിരുവചനം. ആ സ്ത്രീ ആകട്ടെ ആ കുടം അവിടെ വെച്ചു. ഏതാ? സമരിയാക്കാരി സ്ത്രീ. ഏതാ കുടം? അവളുടെ ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ മാലിന്യങ്ങളടങ്ങിയ മൺകുടം. എവിടെയാ വെച്ചത്? അവൾ തിരിച്ചറിഞ്ഞ സത്യത്തിന് മുമ്പിൽ, യേശുവിൻ്റെ മുമ്പിൽ വെച്ചിട്ടോ അവൾ എങ്ങോട്ട് പോയി? അവൾ ഇനി ഒരു കാലത്തും ഇവൾ നന്നായി ഏല എന്ന് പറഞ്ഞ അവളുടെ വീട്ടിലും നാട്ടിലുമൊക്കെ അവൾ തിരിച്ചറിഞ്ഞ സത്യം ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. അവൾ അനുഭവിച്ച ജീവിത വിജയം ആഘോഷിക്കാൻ തുടങ്ങി. ഈ സത്യം അവൾ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ, ആഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ, അന്ന് വരെ അവളെക്കുറിച്ച് നന്നായി ഏല എന്ന് പറഞ്ഞവർക്കെല്ലാം വാക്കുമാറ്റി പറയേണ്ടി വന്നു. അവർ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. ആ സമരിയാക്കാരി സ്ത്രീയുടെ ജീവിത സാക്ഷ്യം മൂലം, ജീവിത പ്രവർത്തനം മൂലം, സംസാര രീതി മൂലം, പെരുമാറ്റ ശൈലി മൂലം ആ സമരിയ പട്ടണത്തിലുള്ള ആൾക്കാർ മുഴുവൻ അവളിലൂടെ യേശുവിൽ വിശ്വസിച്ചു. ഒന്ന് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അല്പം കൂടെ നന്നായിട്ട് കൈയടിച്ച് ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ജീവിതത്തിൽ വിജയം വരിച്ച വ്യക്തിയാണ് സമരിയാക്കാരി സ്ത്രീ. ലോകവും ലോകത്തിലെ മനുഷ്യരും പറഞ്ഞു, നീ ഇന്ന് വരെ ചെയ്തതായ പാപം മൂലം ഇനി നന്നായി അലന്ന് ലോകത്തിലെ മനുഷ്യർ വിധി എഴുതി. അവള് യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ, പാപം മുഴുവൻ ഏറ്റെടുക്കുന്നവനെ കണ്ടപ്പോൾ, ഏറ്റെടുക്കുന്നവന്റെ മുമ്പിൽ താൻ ചെയ്ത പാപം മുഴുവൻ എടുത്തു വെച്ചപ്പോൾ, അവൾക്ക് അന്ന് മുതലുള്ള അവളുടെ ജീവിതത്തിൽ അവൾ കണ്ടെത്തിയ യേശുവിൻ്റെ ആ സന്തോഷം കൊണ്ട്, ശക്തി കൊണ്ട്, സ്നേഹം കൊണ്ട് വിജയിക്കാനായിട്ട് സാധിച്ചു. എന്തിനാ ഈ പരീക്ഷയ്ക്ക് ഒരുക്കമായുള്ള ഈ സമയത്ത് നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ഈ ദിവസങ്ങളിൽ അവിടുത്തെ തിരുമുമ്പിലേക്ക് കൊണ്ടുവന്നത്? നിനക്കിപ്പോൾ ഈ വർഷം എത്ര വയസ്സോ ആകട്ടെ, നീ പഠിക്കുന്ന ക്ലാസ് ഏതും ആകട്ടെ, നീ ഒരു സത്യം തിരിച്ചറിയണം. ഇത്രയും നാളും യേശുക്രിസ്തു എന്ന ജീവിക്കുന്ന, വിജയം തരുന്ന, ഉയർച്ച തരുന്ന, സന്തോഷം തരുന്ന, ആനന്ദം തരുന്ന ആ സത്യത്തെ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നിനക്ക് പൂർണ്ണമായും മനസ്സിലായില്ലെങ്കിൽ, സ്വീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ, ഇതാ ഒരു വലിയ സത്യം നിന്റെ മുമ്പിൽ തുറന്നിരുന്നു. ഇന്നു മുതൽ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പരീക്ഷയിലാകട്ടെ, ഉദ്യോഗത്തിലാകട്ടെ, പ്രവർത്തന മേഖലയിലാകട്ടെ, സ്പോർട്സിലാകട്ടെ, ആർട്സിലാകട്ടെ, എല്ലാ കാര്യത്തിലും നിനക്ക് വിജയം തരാൻ കഴിവുള്ള യേശുക്രിസ്തുവിനെ നീ സ്വന്തമാക്കിയാൽ, നീ സ്വന്തമാക്കുന്ന അവൻ കാണിച്ചു തരുന്ന വഴിയിലൂടെ നീ നടക്കാൻ തയ്യാറായാൽ നിനക്ക് ജീവിതത്തിൽ എപ്പോഴും വിജയം കിട്ടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. അല്പം കൂടെ നന്നായിട്ട് കൈയടിച്ച് പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചു, യേശുക്രിസ്തു പാപത്തിന്റെ മേൽ വിജയം വരിച്ച ദൈവപുത്രനാണ്. സാത്താന്റെ മേൽ വിജയം വരിച്ച ദൈവപുത്രനാണ്. ലോകത്തിന്റെ മേൽ, ലോകശക്തികളുടെ മേൽ വിജയം വരിച്ച ദൈവപുത്രനാണ്. യേശുക്രിസ്തു എല്ലാറ്റിൻ്റെയും മേൽ വിജയം വരിച്ച ദൈവപുത്രനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിനെ പോലെ ഇന്നു മുതൽ എനിക്കും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിജയം വരിക്കാൻ സാധിക്കണമെങ്കിൽ ഞാൻ 4 വ്യക്തിയെ മനസ്സിലാക്കണം, 4 കാര്യങ്ങൾ മനസ്സിലാക്കണം. യേശു 4 കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് യേശുവിന് എല്ലാറ്റിൻ്റെയും മേൽ വിജയം വരിക്കാൻ സാധിച്ചത്. യേശു മനസ്സിലാക്കിയ ഒന്നാമത്തെ കാര്യം, അവിടുന്ന് പിതാവിനെ മനസ്സിലാക്കി. ഞാൻ എപ്പോഴും ദൈവത്തെ മനസ്സിലാക്കണം. പിതാവിനെ ഈശോ മനസ്സിലാക്കിയത് കൊണ്ടാണ് പിതാവ് അനുവദിച്ച കാര്യങ്ങളിൽ ഓരോന്നിലും യേശുവിന് വേദന തോന്നാതിരുന്നത്.
നിരാശ തോന്നാതിരുന്നത്, കുറ്റപ്പെടുത്താതിരുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോ പിതാവിനെ മനസ്സിലാക്കിയ ഒന്നാമത്തെ കാര്യം, അവിടുന്ന് ജനിച്ചത് മറ്റു മനുഷ്യ കുഞ്ഞുങ്ങളൊന്നും ജനിക്കലാത്തൊരു സ്ഥലത്താണ്. എവിടെയാ? കാലിത്തൊഴുത്തിൽ. ഞാൻ സകലതും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞിട്ട് ജനിച്ചത് കാലിത്തൊഴുത്തിലാണല്ലോ, ആർക്കും വേണ്ടാത്ത സ്ഥലത്താണല്ലോ, കന്നുകാലികളുടെ ഇടയിലാണല്ലോ എന്ന് യേശു മനസ്സിലാക്കിയില്ലായിരുന്നുവെങ്കിൽ ചിന്തിച്ചേനെ. എന്നാൽ യേശുവിന് അങ്ങനത്തെ ചിന്തയൊന്നും ഉണ്ടായില്ല. എന്താ കാരണം എന്നറിയാവോ? ഈശോ എന്തുകൊണ്ട് എൻ്റെ പിതാവ് ഈ കാലിത്തൊഴുത്തിൽ ഞാൻ പിറക്കാൻ അനുവദിച്ചു എന്ന കാര്യം മനസ്സിലാക്കി. എന്താ മനസ്സിലാക്കിയത് ഇതാ, സകലതും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പുത്രനായ ഞാൻ കാലിത്തൊഴുത്തിൽ പിറന്നെങ്കിൽ ഈ ലോകത്തിലെ ഒരു മനുഷ്യ വ്യക്തിയും ഇതുപോലെയുള്ള സ്ഥലത്ത് പറക്കരുത്. അവർക്കെല്ലാം എൻ്റെ ഈ പിറവി മൂലം, ഞാൻ തിരഞ്ഞെടുത്ത ഈ സ്ഥലം മൂലം ബാക്കിയുള്ളവർക്കെല്ലാം എന്നെ സമീപിക്കാൻ സാധിക്കണം. അപ്പോൾ പിതാവ് പുത്രനെ കാലിത്തൊഴുത്തിൽ പിറക്കാൻ അനുവദിച്ചത് സകല മനുഷ്യർക്കും സ്വീകാര്യനായി തീരണം പുത്രൻ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈശോ പിതാവിൻ്റെ ഹിതം മനസ്സിലാക്കി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ പിതാവിനെ മനസ്സിലാക്കി വേറൊരു സംഭവം. അതായത് ഈശോ ഇങ്ങനെ 30 വയസ്സ് മുതൽ 33 വയസ്സ് വരെ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചു നടക്കുക. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ കണ്ടിട്ട് വിശ്വസിക്കൂ, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന അത്ഭുതം കണ്ടിട്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കൂ. അങ്ങനെ ഈശോ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് കാണിച്ചു കൊടുക്കാൻ അത്ഭുതങ്ങൾ ഓരോന്നും ചെയ്തു. അപ്പോൾ അത്ഭുതം കണ്ടവരൊക്കെ പറഞ്ഞു, ശരി തന്നെയാണ്, അവൻ ദൈവത്തിൻ്റെ പുത്രൻ തന്നെയാണ്. അങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ആൾക്കാരുടെ എല്ലാം കയ്യടി കൊണ്ട് കയ്യടി കേട്ട് നടക്കുന്ന യേശു, അങ്ങനെ ഇരിക്കുന്ന യേശുവിനെയാണ് ഒരു ദിവസം യഹൂദന്മാർ പിടിച്ച് ബന്ധിക്കുന്നത്, അവിടുത്തെ മുഖത്ത് തുപ്പുന്നത്, കരണത്തടിക്കുന്നത്. നമ്മളൊരു സത്യം തിരിച്ചറിയണം. ഒരു മനുഷ്യ വ്യക്തിക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ വേദന അപമാനത്തിൻ്റെ വേദനയാണ്. രോഗത്തിന് വേദനയുണ്ട്, ശക്തമായ രോഗം വരുമ്പോൾ വലിയ വേദനയുണ്ട്. എന്നാൽ ആ രോഗത്തിൻ്റെ വേദനയേക്കാൾ മനസ്സിന് ഏറ്റവും കൂടുതൽ വേദന വരുന്നത് അപമാനത്തിൻ്റെ വേദനയാണ്. ഒരു മനുഷ്യ വ്യക്തിക്ക് അപമാനത്തിലൂടെ എന്തോരം വലിയ വേദന വരാവോ, ഈ വലിയ വേദനയാണ് യേശു ഗസ്തമൻ മുതൽ ഗാഗുൽത്ത വരെയുള്ള യാത്രയിൽ അനുഭവിച്ചത്. എന്താ യേശു ആ സമയത്ത് ചിന്തിച്ചത്? യേശു വലിയൊരു കാര്യം മനസ്സിലാക്കി. എൻ്റെ ഈ മുഖത്ത് തുപ്പുന്നവരും കരണത്തടിക്കുന്നവരും എന്നെ നിന്ദിക്കുന്നവരും ഇവരാരും അല്ല യഥാർത്ഥത്തിൽ കുറ്റക്കാർ. ഇവരാരും അല്ല യഥാർത്ഥത്തിൽ കുറ്റക്കാരായിട്ടുള്ളവർ. ഇതിന് യഥാർത്ഥമായിട്ടുള്ള കുറ്റക്കാരൻ പിതാവാണ്. ഈശോ പിതാവിനെ മനസ്സിലാക്കി. എന്താ മനസ്സിലാക്കിയത്? പിതാവ് അനുവദിച്ചതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ എന്നോട് ചെയ്യാനും പറയാനും പ്രവർത്തിക്കാനും ഒക്കെ കാരണം. അപ്പോൾ പിതാവ് അനുവദിച്ചതുകൊണ്ടാണ് ഇവരല്ല കുറ്റക്കാര് എന്ന് യേശു മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അവരോട് ആരോടും യേശുവിന് ദേഷ്യം തോന്നിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഈശോയ്ക്ക് പിതാവിനോട് എന്താ ദേഷ്യം തോന്നാത്തതിന്റെ കാരണം? പിതാവിനോട് ദേഷ്യം തോന്നാത്തതിന്റെ കാരണം ഇതാ, ഈശോ പിതാവിനെ മനസ്സിലാക്കി. എന്താ മനസ്സിലാക്കിയത്? എൻ്റെ പിതാവ് ഇതുപോലെ ഈ ആൾക്കാരുടെ എല്ലാം മുമ്പിൽ എനിക്ക് ഇതുപോലത്തെ സഹനവും അവമാനവും നിന്നൊക്കെ വരുത്തിയെങ്കിൽ പിതാവ് വരുത്തിയ കാര്യമൊന്നും ഞാൻ അപമാനിച്ച് തല താഴ്ത്തി നടക്കാൻ വേണ്ടിയിട്ടല്ല. എനിക്ക് പിതാവ് അപമാനം അനുവദിച്ചെങ്കിൽ ഈ അപമാനത്തിൻ്റെ പിന്നിൽ എനിക്കെൻ്റെ പിതാവ് വലിയൊരു ഉയർച്ച തരുന്നുണ്ട്. എൻ്റെ പിതാവ് എനിക്കെൻ്റെ പിന്നിൽ വലിയൊരു മഹത്വം തരുന്നുണ്ട്. അപ്പോൾ ഈശോ എന്ത് ചെയ്തു? ഈശോ പിതാവിനെ മനസ്സിലാക്കിയത് കൊണ്ട് അപമാനത്തിലും നിന്ദനത്തിലും വേദനയിലും എല്ലാം പിതാവ് തരുന്ന ഉയർച്ചയും മഹത്വവും ഈശോയ്ക്ക് കാണാൻ പറ്റി.
ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ധ്യാനത്തിൽ വന്നു. ധ്യാന ദിവസങ്ങളിൽ വളരെ വിഷമത്തോടെ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ വളരെ നന്നായിട്ട് ക്ലാസ്സിൽ 1ാമതായിട്ട് പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ്. SSLCക്ക് എനിക്ക് സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിക്കൊണ്ട് എന്നെ സ്കൂളിൽ പ്രത്യേകമായിട്ട് അവാർഡ് തന്ന് പ്രോത്സാഹിപ്പിച്ചു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്കായിരുന്നതുകൊണ്ട് ജില്ലാ അടിസ്ഥാനത്തിൽ എനിക്ക് സമ്മാനം കിട്ടി. ഇതെല്ലാം എനിക്ക് കിട്ടിയെങ്കിലും എനിക്ക് വലിയ വേദനയുണ്ട്. ഞാൻ ചോദിച്ചു, വേദന എന്താ? ഞാൻ സ്കൂളിലെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി അവാർഡ് വാങ്ങിക്കാൻ ചെന്നപ്പോഴും ജില്ലയിലെ ഏറ്റവും കൂടുതൽ മാർക്കിന് അവാർഡ് വാങ്ങിക്കാൻ ചെന്നപ്പോഴും എൻ്റെ അപ്പൻ മദ്യപിച്ച് വന്നു. എനിക്ക് സന്തോഷപ്രദമായ അവസരത്തെ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ അപമാനം വരുത്തുന്ന ഒരു കാര്യം അപ്പൻ്റെ മദ്യപാനം മൂലമുണ്ടായി. അതിനാൽ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദന, അപ്പനോട് ദേഷ്യം തോന്നുന്നു, അപ്പന് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല, അപ്പൻ്റെ മുഖം ഓർക്കുമ്പോഴൊക്കെ എനിക്ക് കടുത്ത വൈരാഗ്യമാണ്. ഇങ്ങനെ വേദനിച്ചിരുന്ന ആ മകനോട് ഞാൻ പറഞ്ഞു, നിനക്ക് പഠനത്തിൻ്റെ മേഖലയിൽ കർത്താവ് വലിയ വിജയം നൽകി, കൂട്ടുകാരുടെ എല്ലാം ഇടയിൽ നിനക്ക് ഒന്നാം സ്ഥാനം നൽകി, ജില്ലയിൽ നിനക്ക് 1ാം സ്ഥാനം നൽകി. നിന്റെ ഈ വലിപ്പത്തിൽ നീ ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടാൻ കർത്താവ് തന്നിരിക്കുന്ന ഒരടയാളമാണ് അപ്പൻ്റെ മദ്യപാനം. അതുകൊണ്ട് നീ ഒരിക്കലും അതിലേക്ക് നോക്കി മനസ്സമെടുക്കരുത്, അതിലേക്ക് നോക്കി നീ നിരാശപ്പെടരുത്, അതിലേക്ക് നോക്കി നീ അപ്പനോട് ദേഷ്യം തോന്നരുത്. ഞാൻ ആ മകന് പറഞ്ഞു കൊടുത്തു, നീ ഇന്ന് മുതൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ നീ അൾത്താരിൽ ഈശോയുടെ തിരുരക്തം കാസയിൽ ഉയർത്തിപ്പിടിക്കുമ്പോൾ ആ ഉയർത്തിയ കാസയിൽ നീ ഈശോയുടെ തിരുരക്തത്തിലേക്ക് മദ്യപാന സ്വഭാവമുള്ള നിൻ്റെ അപ്പനെ സമർപ്പിക്കണം. എന്നിട്ട് മനസ്സിൽ ഈശോയോട് പ്രാർത്ഥിക്കണം, ഈശോയെ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് മദ്യപാന സ്വഭാവമുള്ള എൻ്റെ അപ്പൻ്റെ സ്വഭാവത്തെ ഞാൻ കഴുകണം. നീ അങ്ങനെ എത്ര നാൾ പ്രാർത്ഥിക്കാവോ അത്രയും നാൾ പ്രാർത്ഥിച്ചോളണം. കർത്താവ് നിനക്ക് അനുഗ്രഹം തരും. നിൻ്റെ അപ്പനിലൂടെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, +2 പഠിക്കുന്ന ആ മകൻ എന്ത് ചെയ്യുന്നറിയാവോ? നല്ല തീരുമാനമൊക്കെ എടുത്ത് ധ്യാന ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമൊക്കെ സ്വീകരിച്ച് അവൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോഴേക്കും, ഇതിനു മുമ്പൊന്നും എല്ലാ ദിവസവും അവൻ പള്ളിയിൽ പോയല്ല, ശനി ഞായറൊക്കെ പള്ളിയിൽ പോകുള്ളായിരുന്നു. എന്നാൽ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ മുതൽ അരമണിക്കൂർ നടക്കണം അവൻ്റെ വീട്ടിൽ നിന്ന് ഇടവക ദേവാലയത്തിലേക്ക്. അവൻ എന്ത് ചെയ്യുന്നറിയാവോ? എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുർബാനയുടെ സമയത്തിന് മുമ്പേ പള്ളിയിൽ ചെല്ലും. അവൻ അൾത്താരയിലെ ബലിയിൽ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കും. മറന്നു പോകാതെ അവൻ ഈശോയുടെ തിരുരക്തം ഉൾക്കൊള്ളുന്ന കാസ അൾത്താരയിൽ വൈദികൻ ഉയർത്തിപ്പിടിക്കുമ്പോൾ ആ ഉയർത്തിയ കാസയിലെ തിരുരക്തത്തിലേക്ക് അവൻ്റെ അപ്പനെ, ദുശീല സ്വഭാവമുള്ള അപ്പനെ, മദ്യപിക്കുന്ന സ്വഭാവമുള്ള അപ്പനെ ഈശോയുടെ തിരുരക്തത്തിലേക്ക് വിശ്വാസത്തോടെ ചേർത്ത് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, എന്ത് ചെയ്യുന്നറിയാവോ? ആ മകൻ ഇതുപോലെ മുടക്കം കൂടാതെ 1 വർഷം ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോയി ഈശോയുടെ തിരുരക്തത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അവൻ്റെ അപ്പൻ ഏതാണ്ട് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ ധ്യാനമന്ദിരത്തിൽ അവൻ ധ്യാനിക്കാൻ കൊണ്ടുവന്നു. ആ ധ്യാനത്തിൽ വെച്ച് അവൻ പരിപൂർണമായിട്ട് അവൻ്റെ അപ്പൻ മദ്യപാനം നിർത്തി വലിയ സന്തോഷമായി. തിരിച്ചു ചെന്ന അവൻ്റെ അപ്പൻ എല്ലാ ഞായറാഴ്ചയും 1-2 മദ്യപാനികളെ, അവൻ്റെ അപ്പൻ്റെ കൂടെ കഴിഞ്ഞ കാലങ്ങളിൽ മദ്യപിച്ചുകൊണ്ടിരുന്ന വ്യക്തികളെ ഈ ധ്യാനമന്ദിരത്തിൽ ധ്യാനിക്കാൻ കൊണ്ടുവരും. ആ സഹോദരൻ പിന്നീട് എന്നെ കണ്ടു പറഞ്ഞു, ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ വലിയ സന്തോഷമാണ്, എൻ്റെ അപ്പനെക്കുറിച്ച് എനിക്ക് വലിയ അഭിമാനവും സന്തോഷമുണ്ട്. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിൽ, നിന്റെ അപ്പനിൽ, നിന്റെ അമ്മയിൽ, നിന്റെ അധ്യാപകരിൽ, നിന്റെ സഹപാഠികളിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ
നീ ദൈവത്തെ മനസ്സിലാക്കണം. എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? മദ്യപാന സ്വഭാവമുള്ള, കുറ്റപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന ഒരപ്പനെയാണ്, ഒരമ്മയാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്നതെങ്കിൽ ആ തന്ന ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കണം. എന്തിനാ ദൈവം ഇതുപോലുള്ളൊരു അപ്പനെ എനിക്ക് തന്നത്? ഞാൻ ആ അപ്പൻ്റെ വഴക്ക് കേട്ട് പഠനത്തിൽ പുറകോട്ട് പോകാനാണോ? സന്തോഷം കെടുത്താൻ വേണ്ടിയിട്ടാണോ? സമാധാനമില്ലാതാകാൻ വേണ്ടിയിട്ടാണോ? സ്വസ്ഥത ഇല്ലാൻ വേണ്ടിയിട്ടാണോ? അല്ല. ദൈവം ഇതുപോലത്തെ ഒരു അപ്പനെ, ഇതുപോലത്തെ ഒരു അമ്മയെ നിനക്ക് നൽകിയത് ഇതിലൂടെ നിന്നെ കൂടുതൽ കൂടുതൽ ഉയർത്താൻ വേണ്ടിയിട്ടാണ് എന്ന് നീ ദൈവത്തിൻ്റെ ആ സ്വഭാവത്തെ മനസ്സിലാക്കിയെങ്കിലേ നിനക്ക് വിജയം വരിക്കാൻ സാധിക്കുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും വിജയം കൈവരിക്കാൻ സാധിക്കണമെങ്കിൽ ഒന്ന്, എനിക്ക് ജന്മം നൽകിയ, എന്നെപ്പോഴും സ്നേഹിക്കുന്ന, എന്തെല്ലാം കുറവുണ്ടായാലും എൻ്റെ കുറവിൽ എന്നെ തള്ളിക്കളയാതെ എന്നെ പരിപാലിക്കുന്ന, എന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന എൻ്റെ ദൈവത്തെ ഞാൻ മനസ്സിലാക്കണം. ആരെല്ലാം എന്നെ തള്ളിക്കളഞ്ഞാലും ദൈവം എന്നെ തള്ളിക്കളയല. ആരെല്ലാം എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കാതിരിക്കുകയില്ല. ആരെല്ലാം എന്നെ സഹായിച്ചില്ലെങ്കിലും എൻ്റെ ദൈവം എന്നെ സഹായിക്കും. ഇങ്ങനെ നിനക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഒരറിവ്, നിനക്ക് ദൈവത്തെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിൻ്റെ ജീവിതത്തിലുണ്ടാകണം. ഒന്ന്, നീ ദൈവത്തെ മനസ്സിലാക്കുന്ന വ്യക്തിയാണെങ്കിൽ, മനസ്സിലാക്കി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം എപ്പോഴും നിന്റെ ജീവിതത്തിൽ വിജയം തന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 2, നീ ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ നീ എവിടെയാ ജീവിക്കുന്നത്? നിന്നെ ഇപ്രകാരം സ്നേഹിക്കുകയും ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്ന നീ ലോകത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ലോകത്തെ മനസ്സിലാക്കണം. ലോകത്തിൻ്റെ സ്വാധീനമോ ശക്തിയോ ഒന്നും യേശുക്രിസ്തുവിനെ കീഴ്പ്പെടുത്താൻ പറ്റിയില്ല. ലോകത്തിന് യേശുവിൻ്റെ മേൽ വിജയം വരിക്കാൻ പറ്റിയില്ല. കാരണം ഈശോ ലോകത്തെ മനസ്സിലാക്കി. എങ്ങനെയാ ഈശോ ലോകത്തെ മനസ്സിലാക്കിയത്? യോഹന്നാന സുവിശേഷം 15-ാം അധ്യായം 18 മുതലുള്ള തിരുവചനം. ഈശോ പറഞ്ഞു, ലോകം എന്നെ കുറ്റപ്പെടുത്തിയെങ്കിൽ, എന്നെ കളിയാക്കിയെങ്കിൽ, എൻ്റെ മുഖത്ത് തുപ്പിയെങ്കിൽ, എൻ്റെ കരണത്തടിച്ചെങ്കിൽ, ലോകം എന്നെ ഇങ്ങനെല്ലാം ചെയ്തെങ്കിൽ നിങ്ങളെയും അപ്രകാരം തന്നെ ചെയ്യുമെന്ന് യേശു പറഞ്ഞിട്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇപ്രകാരം ചെയ്യുന്ന ലോകത്തെയോ ലോകത്തിലെ വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. 1 യോഹന്നാൻ 2-ാം അധ്യായം 15-ാം തിരുവചനം. ഇപ്രകാരം ചെയ്യുന്ന ലോകത്തെയോ ലോകത്തിൻ്റെ വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ഈശോ എന്ത് ചെയ്തു? ഇപ്രകാരം ചെയ്യുന്ന ലോകത്തെയോ ലോകത്തിൻ്റെ വസ്തുക്കളെയോ ഈശോ സ്നേഹിച്ചില്ല. ഈശോ അതിനെ സ്വീകരിച്ചില്ല. ഈശോ സ്നേഹിക്കാത്തതുകൊണ്ട് സ്വീകരിക്കാത്തതുകൊണ്ട് അതിൻ്റെ മേൽ ഈശോയ്ക്ക് വിജയം വരിക്കാൻ സാധിച്ചു. അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട എന്താ? ലോകത്തിൻ്റെ കയ്യടി കിട്ടാൻ, ലോകത്തിൽ വലിയവനാണെന്ന് കാണിക്കാൻ, അതുപോലെ മുഖം ഒന്ന് കഴുകിക്കഴിഞ്ഞാൽ മുഴുവൻ ഇല്ലാതാകുന്ന ലോകത്തിൻ്റെതായ ചില സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ചില സാധനങ്ങൾ, ലോകത്തിൻ്റെതായ ചില സന്തോഷത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങൾ, ഒരിക്കലും നീ അതിൻ്റെ പിന്നാലെ പോകരുത്. അത് നിന്നെ അടിമപ്പെടുത്തുമെന്ന്, അത് നിന്റെ സ്വഭാവത്തെ നശിപ്പിക്കുമെന്ന്, അത് നിന്റെ ജീവിതത്തിലെ ദൈവികമായ ചിന്തകളെയും കാര്യങ്ങളെയും ഇല്ലാതാക്കുമെന്ന് നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരുകരങ്ങൾ വന്ന് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൂ. അപ്പോൾ നീ ദൈവത്തെ മനസ്സിലാക്കുക, വിജയം കിട്ടും. ലോകത്തെ മനസ്സിലാക്കുക, ലോകത്തിൻ്റെ മേൽ നിനക്ക് വിജയം വരിക്കാൻ സാധിക്കും. എല്ലാവരും ചേർന്ന് കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ ഒരുക്കുന്നതായ വഴികളിൽ ക്രമീകരണങ്ങളെയും മനസ്സിലാക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ലോകത്തിന്റെ ശക്തിയെയും ലോകത്തിന്റെ സന്തോഷത്തെയും ലോകത്തിന്റെ ആധിപത്യത്തെയും ഉപേക്ഷിക്കുവാൻ അതിന്റെ മേൽ വിജയം വരിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ ചേർന്ന് സ്തുതിച്ചോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിനെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ഹല്ലേലൂയ 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 കൃപ നൽകി ഹല്ലേലൂയ 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 പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.